ഇനി ഇന്ത്യയുടെ പതാക കടലിൽ പറക്കും. ഭാരതത്തിന്റെ ശബ്ദം മുഴങ്ങും. പണ്ടൊക്കെ യുദ്ധക്കപ്പലുകൾ വാങ്ങാൻ ഇന്ത്യ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുമായിരുന്നു. എന്നാൽ ആ കാലം മാറി. നമ്മുടെ നാവികസേന ഇപ്പോൾ ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഒരു വലിയ പടയൊരുക്കത്തിനാണ് തുടക്കമിടുന്നത്. 1,00,000 കോടി രൂപയുടെ ബജറ്റിൽ 3 വലിയ കപ്പൽ പദ്ധതികളാണ് ഇന്ത്യ നടപ്പിലാക്കാൻ പോകുന്നത്. പ്രൊജക്ട് 50C, 70B, പിന്നെ 80A. ഇതിൽ 80A എന്ന കപ്പൽ ശരിക്കും ഒരു ഭീമനാണ്. ഏകദേശം 15,000 ടൺ ഭാരമുള്ള കപ്പൽ കടലിൽ ഇറങ്ങിയാൽ പിന്നെ ആ ഭാഗത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ അഥവാ സ്വയം പര്യാപ്തത എന്ന സ്വപ്നം കപ്പൽശാലകളിൽ ഉരുക്കായി മാറുകയാണ്. ശത്രുക്കൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയും വമ്പൻ മിസൈൽ കരുത്തും ഇന്ന് ഇന്ത്യക്ക് സ്വന്തം. ഇത് വെറുമൊരു കപ്പൽ നിർമ്മാണമല്ല, ഇന്ത്യയുടെ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പടയോട്ടമാണ്. എന്താണ് ഈ കപ്പലുകളുടെ പ്രത്യേകത? ഇത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ സുരക്ഷ കൂട്ടുന്നത്? നമുക്ക് പരിശോധിക്കാം. 1,00,000 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന 3 തദ്ദേശീയ യുദ്ധക്കപ്പൽ പദ്ധതികൾ ആരംഭിക്കാൻ ഇന്ത്യൻ നാവികസേന തയ്യാറെടുക്കുകയാണ്. 50C, 70B, 80A അടുത്ത തലമുറ വലിയ ഉപരിതല യുദ്ധക്കപ്പലുകൾ എന്നിവയാണ് ഈ 3 പദ്ധതികൾ. ഇന്ത്യൻ നാവികസേന 3 തദ്ദേശീയ യുദ്ധക്കപ്പൽ പദ്ധതികൾ ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇതിന് 1,00,000 കോടി രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാവി ഉപരിതല കപ്പലിന്റെ അടിസ്ഥാനം ഇവ 3ഉമായിരിക്കും. ഇന്തോ പസഫിക് മേഖലയിൽ വളർന്നു വരുന്ന തന്ത്രപരമായ മത്സരം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രതിരോധ നിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പദ്ധതികൾ നിരവധി ആഭ്യന്തര മേഖലകളിൽ നടപ്പിലാക്കുന്നുണ്ട്. ഉറവിടങ്ങൾ ഇപ്പോഴും ചർച്ചയ്ക്കും ഊഹാപോഹങ്ങൾക്കും വിധേയമാണ്. അംഗീകരിക്കപ്പെട്ടാൽ പ്രൊജക്ട് 50B, പ്രൊജക്ട് 70A സ്റ്റെൽത്തും ഫ്രീഗേറ്റുകൾക്ക് ശേഷം പ്രാദേശിക നാവിക കപ്പൽ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്നായിരിക്കും ഈ പദ്ധതി. വരാനിരിക്കുന്ന പദ്ധതികളിൽ ഏറ്റവും വലുതും ആദ്യത്തേതുമായ പദ്ധതി പ്രൊജക്ട് 50C ആണ്. ഇതിന് കീഴിൽ ഏകദേശം 50,000 കോടി ചിലവിൽ 4 പുതുതലമുറ ഗൈഡഡ് മിസൈലുകൾ നിർമ്മിക്കും. അടുത്ത വർഷത്തിനുള്ളിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് നിർദ്ദേശം സമർപ്പിക്കും. ഡിസൈൻ അംഗീകരിക്കപ്പെടുകയും സംഭരണ അനുമതികൾ പൂർത്തിയാക്കുകയും ചെയ്താൽ കപ്പലുകളുടെ നിർമ്മാണം ആരംഭിക്കും. നൂതന കഴിവുകൾ, പുതിയ സെൻസറുകൾ, ആയുധങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധം, മെച്ചപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തും. ഇനി രണ്ടാമത്തെ പദ്ധതി പ്രൊജക്ട് 70B ആയിരിക്കും. 40,000 കോടി രൂപ ചെലവിൽ 6 നൂതന സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ നാവികസേന നിർമ്മിക്കും. സ്രോതസ്സുകൾ പ്രകാരം നിലവിൽ പദ്ധതി പ്രകാരം ഈ 6 ഫ്രിഗേറ്റുകൾ ഇന്ത്യയുടെ 2 പ്രധാന കപ്പലുകളായിരിക്കും കപ്പൽശാലകളിൽ നിർമ്മിക്കും. ഇതിൽ 3 മാസ്കൻ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിക്കും. ശേഷിക്കുന്ന 3 ഗാർഡ് റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആയിരിക്കും നിർമ്മിക്കുക. ഇനി ഇതിന്റെ പ്രപ്പോസൽ പുറപ്പെടുവിച്ച് ഏകദേശം 4 വർഷത്തിന് ശേഷം കപ്പലുകളുടെ നിർമ്മാണം ആരംഭിക്കും. നാവികസേനയുടെ അടുത്ത തലമുറയിലെ വലിയ ഉപരിതല പോരാട്ട പരിപാടി എന്നാണ് ഉദ്യോഗസ്ഥർ ഇതിനെ വിളിക്കുന്നത്. ഇതിനു പുറമെ 14,000-15,000 ടൺ ഭാരമുള്ള 6 യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ നാവികസേന ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാവും. അവയ്ക്ക് മെച്ചപ്പെട്ട ആക്രമണശേഷി, വ്യോമ മിസൈൽ പ്രതിരോധ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ, ദീർഘദൂര ദൗത്യങ്ങൾക്കായി ദീർഘകാലത്തേക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് എന്നിവ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് 15C, 17B എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി പ്രൊജക്ട് 18A ഇപ്പോഴും ആസൂത്രണത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. ഈ മാറ്റത്തിന്റെ പിന്നിൽ ദൃഢനിശ്ചയമുള്ള ഒരു ഭരണാധികാരിയുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരത് എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകുകയാണ്. വിദേശങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യയുടെ സ്വന്തം കപ്പൽശാലകളിൽ കപ്പലുകൾ നിർമ്മിക്കാനുള്ള വലിയ തീരുമാനത്തിന് പിന്നിൽ മോദിയുടെ ഇച്ഛാശക്തിയാണ് കാണുന്നത്. കപ്പലുകൾ മാത്രമല്ല, രാജ്യത്തിന്റെ അഭിമാനം കൂടിയാണ് അദ്ദേഹം ഈ പദ്ധതികളിലൂടെ ഉയർത്തുന്നത്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യമാണ് ഇന്ന് ഇന്ത്യയെ പ്രതിരോധ രംഗത്ത് ലോകരാജ്യങ്ങൾ ഭയക്കുന്ന ഒരു ശക്തിയാക്കി മാറ്റിയത്. 1,00,000 കോടി രൂപയുടെ 3 കൂറ്റൻ പദ്ധതികൾ പ്രൊജക്ട് 15C, 17B, 18A യാഥാർത്ഥ്യമാകുമ്പോൾ കടലിൽ ഇന്ത്യയുടെ വാക്കായിരിക്കും അവസാന വാക്ക് എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് കരുത്തുറ്റതായിരിക്കും പുതിയ നീക്കങ്ങൾ. എന്തുകൊണ്ട് ഇത് വേണം? കേവലം കപ്പലുകൾ ഉണ്ടാക്കുകയല്ല, മറിച്ച് ഇന്തോ പസഫിക് മേഖലയിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കടന്നുകയറ്റം വർദ്ധിക്കുന്നുണ്ട്. ഇന്ത്യൻ സമുദ്ര അതിർത്തികളിൽ അസ്വസ്ഥത പുകയുകയാണ്. അതിനാൽ സമുദ്രത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്.
കടലിൽ കണ്ണുവെക്കുന്ന ശത്രുക്കൾക്ക് ഇത് വെറും മുന്നറിയിപ്പല്ല, തിരിച്ചടി നേരിടാൻ തയ്യാറായ ഒരു രാജ്യത്തിന്റെ കവചമാണ്. ഈ 1 ലക്ഷം കോടി രൂപ വിദേശത്തേക്ക് പോകുന്നില്ല, മറിച്ച് ഇന്ത്യയിൽ തന്നെ ചിലവഴിക്കുകയാണ്. നമ്മുടെ കപ്പൽശാലകളിൽ ആയിരക്കണക്കിന് എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും ജോലി ലഭിക്കും. ലക്ഷക്കണക്കിന് അനുബന്ധ വ്യവസായങ്ങൾക്ക് ഇത് വലിയൊരു കരുത്താകും. പഴയ കാലത്തെ അപേക്ഷിച്ച് പഴയ വിമാനവാഹിനി കപ്പലുകൾക്ക് വേണ്ടി പോലും നാം വിദേശങ്ങളെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ അത് ഇന്ന് നിർമ്മിക്കുന്നു. ആ ആത്മവിശ്വാസത്തിന്റെ തുടർച്ചയാണ് ഈ 3 പ്രൊജക്ടുകളും. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ആകാൻ മോദി എടുക്കുന്ന ധീരമായ തീരുമാനങ്ങൾ, രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യസുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയെ പറയാതിരിക്കാൻ വയ്യ. തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യമുള്ള ഭരണാധികാരി, സ്വപ്നങ്ങൾ കാണാൻ കെൽപ്പുള്ള ഒരു ജനത. ഇതുകൊണ്ടാണ് പുതിയ ഇന്ത്യ ലോകത്തെ നയിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ? പ്രൊജക്ട് 15C, 17B, ഒപ്പം 18A ഈ പേരുകൾ കേവലം പ്രൊജക്ടുകളുടെ ബജറ്റ് കണക്കുകൾ മാത്രമല്ല. വരും ദശകങ്ങളിൽ ഇന്ത്യൻ സമുദ്രത്തിന്റെ അധികാരം ആരുടെ കൈകളിലായിരിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന 3 വലിയ പദ്ധതികളാണ്. വിദേശത്തു നിന്ന് യുദ്ധക്കപ്പലുകൾ വാങ്ങിയിരുന്ന ആ പഴയ കാലം ഇന്ത്യ എന്നേക്കുമായി അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് സ്വന്തം മണ്ണിൽ സ്വന്തം കപ്പൽശാലകളിൽ കപ്പലുകൾ നിർമ്മിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ട ഈ വമ്പൻ മാറ്റങ്ങൾക്ക് പിന്നിൽ ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയമുണ്ട്. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരത് എന്ന അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് ശത്രുക്കളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ഇത്തരം അത്യാധുനിക യുദ്ധക്കപ്പലുകളുമായി കടലിൽ യാഥാർത്ഥ്യമാവുകയാണ്. പണ്ട് വിദേശത്ത് നിന്ന് കപ്പലുകൾ വാങ്ങുമ്പോൾ നമ്മൾക്ക് വലിയൊരു തുക കൊടുക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല, എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം വന്നാൽ ആ രാജ്യത്തെ തന്നെ ആശ്രയിക്കണം. എന്നാൽ ഇന്ന് അവസ്ഥ മാറി. നമ്മൾ സ്വന്തമായി നിർമ്മിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതുപോലെ അതിൽ മാറ്റങ്ങൾ വരുത്താം. ചുരുക്കത്തിൽ പഴയ വാങ്ങുന്ന ഇന്ത്യയിൽ നിന്ന് പുതിയ നിർമ്മിക്കുന്ന ഇന്ത്യയിലേക്ക് ഇന്ന് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഒരു നാവിക ഉദ്യോഗസ്ഥന്റെ കണ്ണിലൂടെ ചിന്തിച്ചു നോക്കൂ. കടലിന്റെ നടുവിൽ കിലോമീറ്ററുകളോളം ശത്രുക്കളാൽ വളയപ്പെടുമ്പോൾ താൻ ഓടിക്കുന്ന കപ്പൽ ലോകത്തെ ഏറ്റവും മികച്ചതാണെന്ന ബോധം അവർക്ക് നൽകുന്ന കരുത്ത് ചെറുതാവില്ല. ഈ പ്രൊജക്റ്റുകൾ നമ്മുടെ സൈനികരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുമെന്നതിൽ സംശയമില്ല. ഈ പുതിയ കപ്പലുകൾ പൂർണ്ണമായും സജ്ജമായി കടലിൽ ഇറങ്ങുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇനി ഇന്ത്യയുടെ വാക്കായിരിക്കും എല്ലാവർക്കും പ്രധാനം. ശത്രുരാജ്യങ്ങൾ നമ്മുടെ അതിർത്തികളിലേക്ക് നോക്കാൻ പോലും ഇനി ഭയപ്പെടും. വികസനം എന്നാൽ കെട്ടിടങ്ങൾ പണിയുക മാത്രമല്ല, രാജ്യത്തിന്റെ അതിരുകൾ കാക്കുന്ന നമ്മുടെ സൈന്യത്തെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതാക്കുക കൂടിയാണ് ഈ സർക്കാർ തെളിയിച്ചിരിക്കുന്നത്. നാവികസേനയുടെ കപ്പലുകൾ കുതിച്ചു പായുമ്പോൾ ഓരോ ശത്രുവും മനസ്സിലാക്കും, ഇത് പണ്ടത്തെ ഇന്ത്യയല്ല, ഇതൊരു ന്യൂ ഇന്ത്യയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഈ വമ്പൻ കുതിപ്പിനെ കുറിച്ച്, മോദി സർക്കാരിന്റെ ഈ ശക്തമായ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.